ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ദൗക്കിയിലെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ദൗക്കി റിവറിൻ്റെ ഭാഗത്താണ് ഇന്ത്യ ബംഗ്ലാദേശ് ഒരു ബോർഡർ ഭാഗം. പിന്നെ ഒരു റിവർ തോണിയിലൊരു തോണി തുഴഞ്ഞു പോകുന്ന ഭാഗങ്ങളുണ്ട്. ഇന്ത്യക്കാരും ബംഗ്ലാദേശും രണ്ട് ഭാഗമൊക്കെ, ആ രണ്ട് ഭാഗത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി. ഞാൻ മേഘാലയയിലെ പോങ്ടങ്ങിലുള്ള, അതായത് ദൗക്കിന്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 20 കിലോമീറ്റർ വേണം നമ്മൾ ദൗക്കിയിലേക്ക്. നമ്മുടെ ഹോട്ടലും താമസിക്കുന്ന പരിസരവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ റെസ്റ്റോറന്റ്. അപ്പൊ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ദൗക്കിയിലേക്ക് യാത്ര. അപ്പൊ ബ്രെഡും ഓംലെറ്റും നല്ല ഭൂരിയും ഇവിടുത്തെ ചണ കറിയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ കാർഡ്. മേഘാലയയിലെ ദൗക്കിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം 9:20 ആയിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കവുങ്ങുന്തോട്ടത്തിൽ കൂടി പോകുന്ന അതേപോലെ ഉണ്ട്. എല്ലാ രണ്ട് ഭാഗം, ഈ ഒരു ഭാഗവും മറ്റേ ഭാഗം കംപ്ലീറ്റ് കവുങ്ങുന്തോട്ടാണ്. പിന്നെ വാഴക്കൃഷികളുണ്ട്. തെങ്ങിനധികം കണ്ടില്ല, ചക്ക ഉണ്ട്, തെങ്ങുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കൂടുതലും കവുങ്ങുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഉണ്ടാവും. റോഡൊക്കെ കുറച്ച് മോശം റോഡാണ്. അപ്പൊ ഇനി നമുക്ക് ദൗക്കി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുത്തെ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യന്റെ ഭാഗത്തിനാണ് ദൗക്കി എന്നറിയാം. അവിടെ ഉമംഗൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദി ഉണ്ട്, ഉമംഗൂട്ട്. ആ ഉമംഗൂട്ട് നദി നിങ്ങളൊക്കെ പണ്ട് പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അടിയിൽ ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ തോണി ഇങ്ങനെ വെച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സംഭവം ഉള്ള ആ ഒരു നദീന്റെ പേരാണ് ഉമംഗൂട്ട് നദി. അവിടേക്കാണ് നമ്മൾ ഇപ്പൊ യാത്ര പോകുന്നത്. അവിടെ എത്തിയിട്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഡ്രൈവർ പറഞ്ഞ വിവരങ്ങളാണ്. അവിടെ ബംഗ്ലാദേശിന്റെ ഒരു അതിരുണ്ട്, ഇന്ത്യന്റെ ഒരു അതിരുണ്ട്. അവർക്ക് രണ്ടാൾക്കും ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇപ്പൊ റോഡൊക്കെ ഒരു ഭാഗം പറ്റ മോശമായിരിക്കുന്നു. മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടോ തോന്നുന്നു. ട്രാഫിക് ഒക്കെ വളരെ കുറവാണ് ഇവിടെ, അധികം ട്രാഫിക് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് സെയിം കേരളത്തിൽ കൂടി പോകുന്ന അതേ രൂപ. ഒരാളിങ്ങനെ കണ്ണെട്ടിയിട്ട് തട്ടിക്കൊണ്ടിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ കണ്ണു തുറന്നു കഴിഞ്ഞിട്ട് ഏതിൽ കൂടെ പോകണമെന്ന് വെച്ചാൽ അവർ പറയും ഇത് കേരളത്തിൽ കൂടെയാണെന്ന്. അത്രക്കും പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നമ്മളെ കവുങ്ങും തോട്ടവും ഇതൊക്കെ കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും. വേറെ ആളും പറയൂല അതല്ല എന്നുള്ള വിവരം. ഞാൻ മുമ്പ് ചിറാപ്പഞ്ചിന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ, അതേപോലെ ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ വാച്ചിലെ ടൈമൊക്കെ അങ്ങോട്ട് 1/2 മണിക്കൂർ കൂടിയിരിക്കുന്നത്. ഇപ്പൊ സമയം 10:30 മണിയിരിക്കുന്നു. ശരിക്കും 10 മണിയാണ് ഉള്ളത്. കാരണം ഇതിന്റെ ഈ റൈറ്റ് സൈഡ് ഉണ്ടല്ലേ, ആ ഭാഗം കംപ്ലീറ്റ് ബംഗ്ലാദേശിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഒരു അവിടെ ഉമംഗൂട്ട് നദീന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക്. ഇനിയിപ്പോ നമ്മള് ഉമംഗോട്ട് നദീന്റെ ഉംഗോട്ട് നദിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ദൗക്കിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാ. നമ്മൾ ഈ മേഘാലയയിലെ പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള ജയന്തിയ കുന്നുകളുണ്ട്. ആ കുന്നുകൾക്ക് ഉള്ളൊരു മനോഹരമായ അതിർത്തിയുള്ള ഒരു പട്ടണമാണ് ഈ ദൗക്കി എന്ന് പറഞ്ഞ പട്ടണം. ഈ ദൗക്കിയിലുള്ള ഒരു റിവറാണ് ഉംഗോട്ട് എന്നും പറയും, ഉമംഗോട്ട് എന്ന് പറയും. ഉംഗോട്ട് നദിയാണ്. അത് സ്ഫടിക തുല്യമായ വെള്ളത്തിന് പേരുപെട്ടതാണ്. പിന്നെ ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 95 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ളത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനിടയിൽ ഒരു പ്രധാന വ്യാപാര പാതയാണ്. പിന്നെ സൗഹൃദപരമായും കരമാർഗമായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡ് ഉണ്ടല്ലേ, ഈ ഒരു ഭാഗം, ഇതിന്റെ ഈ റോഡ് നിൽക്കുന്ന ഭാഗം നമ്മളതും, റോഡിന്റെ അപ്പുറത്തെ ഭാഗം അങ്ങോട്ടേക്കുള്ളത് ബംഗ്ലാദേശിന്റെ കൂടി ഉള്ള ഒരു ഭാഗമാണ്. ഇതാണ് ഉംഗോട്ട് നദി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ വണ്ടി എത്തിയിട്ടുള്ളത്, ഇവിടെ വണ്ടി നിർത്തിയിരുന്നുണ്ട്. ഇത് ഒരു സ്പെഷ്യൽ പാലാണ്, ദൗക്കി സസ്പെൻഷൻ പാലം എന്നാണ് ഇതിന് പറയുക. 1932 ഈ ഉമംഗോട്ട് നദിക്ക് കുറുകെ നിർമ്മിച്ച ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ
തൂക്കുപാലാണ് ഈ കാണുന്നത്. അതിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇതാണ് ഉമങ്കോട്ട് നദി. അടിപൊളി പാലാണ്. ഇതിലെ അങ്ങോട്ട് കടന്നിട്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകണം. നമ്മുടെ ഉമങ്കോട്ട് നദീന്റെ കറങ്ങുന്ന ഭാഗവും ബോട്ടിങ്ങിന് പോകുന്ന ഭാഗവും കാര്യങ്ങളൊക്കെ ഇതിലെയാണ് അങ്ങോട്ട് പോകും. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പൊ ഉമങ്കോട്ട് നദി ഉള്ളത്. റോഡൊക്കെ കുറച്ച് മോശമാണ് ഇപ്പൊ കാണുന്ന സമയത്ത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ട് ഇതിന്റെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് അതിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ വന്നത്. അതിന്റെ കുറച്ച് അപ്പുറത്ത് അങ്ങോട്ടേക്ക് അവിടുന്ന് ഇപ്പൊ അവിടെ ഒരു തോണി നിൽക്കുന്നുണ്ട്, ആ ലാസ്റ്റ് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗം ബംഗ്ലാദേശിന്റെ ഭാഗമാണ്. ദൗക്കി വില്ലേജ് എന്ന ബോർഡ് ഉണ്ടല്ലേ. അപ്പൊ ഏകദേശം നമ്മളുടെ വണ്ടി പിന്നെ ഇതിന്റെ പാർക്കിങ്ങിന്റെ ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്, നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ സമയം 10:45 നമ്മുടെ മൊബൈലുള്ളത്. പക്ഷെ ശരിക്കും 10:15 ഉണ്ടാകുക, കാരണം ഇവിടെ ബോർഡറിന്റെ പരിസരം ആയതുകൊണ്ട്. ദൗക്കി വില്ലേജിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇത് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, ആ പാർക്കിംഗ് ആണ്. ഇത് ബംഗ്ലാദേശ് ടൂറിസ്റ്റുകാരാണ് ആ നിൽക്കുന്നത് കംപ്ലീറ്റ്. ഇതിന്റെ അപ്പുറം നമ്മൾ ഇന്ത്യൻ ടൂറിസ്റ്റേഴ്സ്. അതിന്റെ നടുക്കാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ദൗക്കി റിവറിൽ ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് ആ ബോട്ടിങ്. ഈ ദൗക്കിയിലുള്ള ഇതിന്റെ പേര് ഉമങ്കോട്ട് എന്നാണ് ആ ഒരു ഇവിടെയുള്ള നദിക്ക് പറയുന്ന പേര്. അപ്പൊ ഇതിലെ അങ്ങനെ നേരെ അങ്ങോട്ട് പോണം. ഇവിടെ പിന്നെ അലക്കിട്ട് കണ്ടില്ല, അങ്ങനെ മുകളില് നമ്മുടെ നാട്ടിലെ കവുങ്ങുന്തോട്ടത്തിൽ കൂടി പോകുന്ന അതേ ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല, കംപ്ലീറ്റ് എല്ലാ ഭാഗവും കവുങ്ങുന്തോട്ടാണ്. ഇതിലെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഉമങ്കോട്ട് റിവറിന്റെ അവിടേക്ക് എത്തുക. Fresh juice, pineapple juice. ഉമങ്കോട്ട് റിവർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭാഗം അപ്പുറം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്, ഇപ്പുറത്തുള്ളത് ഇന്ത്യക്കാരാണ്. അത് ബംഗ്ലാദേശുകാരാണ് അവിടെ. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരും. അവര് ഇവിടെ റിവറ് പിന്നെ ബോട്ടിങ്ങിന് വന്നാണ്. ഞങ്ങൾ ഇവിടെ ബോട്ടിങ്ങിന് വന്ന ആൾക്കാരാണ്. കംപ്ലീറ്റ് ഇത് നമ്മളെ മേഘാലയയില് ദൗക്കി ഇത് ഇന്ത്യന്റെ ഭാഗമാണ്. ഇങ്ങനെ വന്നിട്ട് ഇതിലേ എങ്ങനെയാണ് ബംഗ്ലാദേശിൽ കിടക്കാണ്ടല്ലേ, ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോവാ. ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ടാണ്, വെള്ളം കുറവാണ് ഇപ്പോഴും. ഇത് കംപ്ലീറ്റ് ബംഗ്ലാദേശ് ടൂറിസ്റ്റേഴ്സാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് വേലിക്കരികിൽ തന്നിട്ടില്ലേ, ആ വേലിക്കരികിലാണുള്ളത്. അതായത്
ദൗക്കിയിൽ നമ്മളെ മേഘാലയയിൽ. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു മുള ഇട്ട് കണ്ടിട്ടില്ല, ഈ മുള ഇട്ടിയത് നമ്മളെ ഇന്ത്യൻ്റെ ഭാഗമാണ്. അത് അവിടെ നിൽക്കുന്ന ചുവപ്പ് കയർ ഇട്ട് കണ്ടിട്ടില്ലേ, അത് കംപ്ലീറ്റ് ബംഗ്ലാദേശ് ഏരിയയാണ്. അവിടെ അവരൊക്കെ അവിടുത്തെ ടൂറിസ്റ്റേഴ്സാണ്. ഇത് ഇന്ത്യൻ്റെ ഭാഗം, ഇതാണ് ഇന്ത്യൻ്റെ ഭാഗം. ബംഗ്ലാദേശ് വരുന്നുണ്ടോ? അവരെ ബോട്ടിന് റൂഫുണ്ട് ബംഗ്ലാദേശിൻ്റെ. നമ്മളെ തോണിക്ക് റൂഫില്ല. ഇത് ഇന്ത്യ, അത് ബംഗ്ലാദേശ്. ഇതൊക്കെ ബോട്ടിങ്ങിന്, ഇന്ത്യൻ ബോട്ടിങ്ങിന് പോകുന്നവർ. അതാണ് ബംഗ്ലാദേശ്. ഈ വെയിലിട്ടതാണ് ഇന്ത്യ, അതിൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ്. ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് ബംഗ്ലാദേശ്, റൈറ്റ് ഇന്ത്യ. അവരെ ബോട്ടിന് ബംഗ്ലാദേശുകാരെ തോണിക്ക് ടോപ്പുണ്ട്, നമ്മൾ ഇന്ത്യൻ തോണിക്ക് ടോപ്പില്ല. ബംഗ്ലാദേശിലേക്ക് വേറെയും പിന്നെ ബോർഡർ ഉണ്ട്. ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തിന്റെ മേലത്തെ വർഷമാവുന്നുണ്ട്. അത് കൽക്കട്ടയിൽ നിന്നാണ് പോയിട്ടില്ല. കൽക്കട്ടയിൽ ഇറങ്ങിയിട്ട് കൽക്കട്ടയിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ബംഗ്ലാദേശ്. പക്ഷെ ഞാൻ ട്രെയിൻ അന്ന് സർവീസ് ഇല്ലേന്ന്. അന്ന് അസീനന്റെ ഒരു പ്രശ്ന കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അസീന അവിടുന്ന് ഓടിയിട്ട് ഇവിടെ എത്തിയിട്ട് ആ ഒരു സമയപ്പോൾ ട്രെയിൻ നിർത്തിയിരുന്നു. അന്ന് അവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് പിന്നെ ധാക്കയിലേക്ക് ബസ്സിനായിട്ട് പോയിട്ട് നമുക്ക് വിസ വേണം. 3 മാസത്തിനും 6 മാസത്തിനൊക്കെ നമുക്ക് വിസ കിട്ടും. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൗക്കിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബോർഡറിൽ കാണണം. ഇത് പിന്നെ തോണി നിൽക്കുന്ന ഭാഗം മാത്രമാണ്. ഇനി വാഹനങ്ങളൊക്കെ പോകുന്ന പോയിന്റും ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അങ്ങോട്ടേക്ക് വേറെ പോകണം. ഇനി ഇവിടുന്ന് മടങ്ങുകയാണ്. ദൗക്കി ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് സെക്യൂരിറ്റി. ഐ ലവ് ദൗക്കി. ഇതാണല്ലോ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചെന്നിട്ടേ 6 പേര്. നമ്മള് വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി കവുങ്ങുന്തോട്ടത്തുനിന്ന് ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കണം. നല്ല രസമാണ് ഈ കവുങ്ങുന്തോട്ടത്തിലെ മാർക്കറ്റ് കാണാനുള്ളത്. ഇവിടെ അതിനുശേഷം നമ്മൾ വാഹനങ്ങൾ പോകുന്ന ആ ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ ഈ ഉമങ്കോട്ട് പിന്നെ റിവറിലെ വെള്ളം ഇങ്ങനെ കലകി കിടക്കുന്നുണ്ടല്ലേ. ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ. ഇങ്ങനെ കാണുന്ന താഴത്ത് കാണുന്ന ഏതൊക്കെ അറിയോ? നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിലൂടെ കംപ്ലീറ്റ് നല്ല ക്ലിയർ ആയിട്ട് ഒരു കടിയൊക്കെ ഇങ്ങനെ കാണാം ഈ ഒരു ഭാഗത്ത്. ഞാന് നേരത്തെ പറഞ്ഞ നമ്മുടെ കവുങ്ങുന്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ജ്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒന്നും കുടിക്കണം. ക്ഷീണുണ്ട്. பண்ணா എടുത്തില്ലേ? ഇതാണ് കവുങ്ങുന്തോട്ടത്തിലെ കഫ്തീരിയ. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇവിടെ കംപ്ലീറ്റ് കവുങ്ങ് വെച്ചിട്ട് അതിൽ ഈ റിവറിന്റെ ജസ്റ്റ് പോകുന്നതിന്റെ മുൻപായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു ലെമൺ കുടിച്ചിരിക്കുക. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതാണ് ലെമൺ ഗ്ലാസ്. ഞാൻ വിചാരിച്ചു മധുരമായിരിക്കുന്നു, പക്ഷേ സംഭവം ഉപ്പാണ്. ഉപ്പ് കുറച്ച് അധികം ഇട്ടിട്ടേ, കുറച്ച് മധുരം കൂടുതൽ ഉപ്പാണ്. അത്ര അധികം ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ജ്യൂസ് ഇതൊക്കെ കുടിക്കാം. എല്ലാവരും ഉണ്ട് ഇവിടെ, കണ്ടില്ലേ?
ജനങ്ങൾ മൊത്തം ഉണ്ട്. ഇത് മേഘാലയ തൊപ്പിയാണ് ഈ കാണുന്നത്. മേഘാലയയിലെ ഫ്രഷ് ജ്യൂസ് കാണാം നമുക്ക്. ഒരു 3 ആളും വരിക്ക് നിന്നിട്ട് അടിക്കുകയാണ്. കണ്ടില്ലേ? 1 2 3. How much for 9 glass? 900, sir. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കവുങ്ങുന്തോട്ടത്തിലാണ് ഈ ഒരു സംഭവം. ഞാൻ കാണാൻ നമുക്ക്. ഇതാണ് ഒരു കവുങ്ങുന്തോട്ടം. കണ്ടില്ലേ? ചക്കയൊക്കെ ഉണ്ട് ഇവിടെ. അതാ ചക്ക. മേഘാലയ തൊപ്പിട്ടിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇതിന്റെ ജ്യൂസൊക്കെ മാങ്ങ, നാരങ്ങ ഒക്കെ ഉണ്ട്. ಇಲ್ಲ ಇಲ್ಲ சொல்ல ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നില്ല, ഇവിടെ കംപ്ലീറ്റ് ലേഡീസാണ് കടകളിലൊക്കെ. ഇപ്പോൾ ജ്യൂസ് കടയിലും ഒക്കെ ലേഡീസ് തന്നെയാണ്. പുരുഷന്മാരൊക്കെ നല്ല അധ്വാനമുള്ള ബിൽഡിംഗ് വർക്ക്, റോഡ് വർക്ക്, ഇങ്ങനത്തേലൊക്കെയാണ് അവർ. ഇതിൽ കച്ചവടങ്ങൾ കംപ്ലീറ്റ് ലേഡീസാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.